ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد عباد الله أوصيكم ونفسي أولا بتقوى الله العظيم أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم واذكر في الكتاب إسماعيل إنه كان صادق الوعد وكان رسولا نبيا وكان يأمر أهله بالصلاة والزكاة وكان عند ربه مرضيا صدق الله العظيم. ആദരണീയരായ മുഅ്മിനുകളെ മുഅ്മിനത്തുകളെ, അല്ലാഹുവിൻ്റെ താൽപ്പര്യങ്ങളെ ജീവിതത്തിൽ ഏതു വിധത്തിലാണ് സമീപിക്കേണ്ടത് എന്ന് ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളെയും അല്ലാഹുവിൻ്റെ താൽപ്പര്യങ്ങളെ മാത്രം പരിഗണിച്ച് ഏതു പദവിയിൽ എത്തിച്ചേരാമെന്ന് അല്ലാഹുവുമായി സൗഹൃദത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ഇണക്കത്തിൻ്റെ ഒരു ബന്ധം സ്ഥാപിച്ച് നമുക്കെല്ലാം ആദർശ പിതാവായി മാറിയ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ, ആ പ്രവാചകനോട് അല്ലാഹു വാഗ്ദാനം ചെയ്തതുപോലെ പിൽക്കാലക്കാരിൽ അങ്ങയുടെ ഓർമ്മകളെ വളരെ നല്ല രീതിയിൽ നിലനിർത്തുമെന്ന് ഉറപ്പ് നൽകിയതിനെ സാക്ഷാത്കരിക്കുന്നതിൻ്റെ ഭാഗമായി കൂടിയാണ് നമ്മുടെ ഈ പെരുന്നാൾ ജുമുഅയും നമ്മുടെ ഈ ഒത്തുചേരലുമൊക്കെ. തീർച്ചയായും നമ്മുടെ ഈ പെരുന്നാൾ സംഗമം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാമിന് നൽകുന്ന ഒരാദരവാണ്. അതിൻ്റെ പേരിൽ ഒത്തുചേർന്ന ആളുകൾ എന്ന നിലയിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു തീരുമാനത്തെ പുനഃപരിശോധിക്കുവാനും പുതുക്കുവാനുമായിട്ടുള്ളത് അള്ളാഹുവുമായുള്ള ബന്ധത്തെ സംബന്ധിച്ച നമ്മുടെ നിലപാടുകൾ മാത്രമാണ്. അള്ളാഹുവിനെ പല രീതിയിൽ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നതിനെ കുറിച്ച്, അള്ളാഹുവുമായി ബന്ധം സ്ഥാപിക്കുന്നതിനെ കുറിച്ചുള്ള വർത്തമാനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ പല വിധത്തിലാണ് അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കടുത്ത ശിക്ഷകളും ഭീകരമായ പരീക്ഷണങ്ങളും ഒരുക്കി വെച്ച് കാത്തിരിക്കുന്ന, ഭയപ്പാടോടുകൂടി മാത്രം ഓർമ്മയിലേക്ക് വരുന്ന ഒരു അല്ലാഹുവിനെ വളരെ ധാരാളമായി മതഭേദമന്യേ പരിചയപ്പെടുത്തപ്പെടാറുണ്ട്. എന്നാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ശരീഅത്തിൽ
ഒരു പെരുന്നാളിനെ തന്നെ സ്ഥാപിച്ചത് ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന് പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലീൽ, സുഹൃത്ത് എന്ന പദവി നൽകി ആദരിച്ച ഒരു പ്രവാചകന്റെ പേരിൽ ഒരു ആഘോഷം തീരുമാനിക്കപ്പെട്ടപ്പോൾ എന്ത് സന്ദേശമാണ് അല്ലാഹു അതിലൂടെ നമുക്ക് നൽകുന്നത്? അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അടിമകളോടൊപ്പം സന്തോഷിക്കുവാൻ, ആഘോഷിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്ന ഒരു ബന്ധത്തിന്റെ പേര് അത് സൗഹൃദമാണ്. അള്ളാഹുവുമായുള്ള സൗഹൃദം. എൻ്റെ ജീവിതത്തിലെ എൻ്റെ ഏറ്റവും വലിയ സുഹൃത്താര് എന്ന ചോദ്യത്തിന് എൻ്റെ ഉള്ളിൽ എന്നാണോ അള്ളാഹു എന്ന ഉത്തരം രൂപപ്പെടുന്നത്, അനുഭവപ്പെടുന്നത്, അന്നാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഈ ആഘോഷത്തിന് പങ്കെടുക്കാനുള്ള അർഹത പോലും ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ പരിശ്രമത്തിലാണ്, നമ്മൾ നിരാശയിലല്ല. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മില്ലത്തിനെ നമുക്ക് കാണിച്ചു തന്നുകൊണ്ട് അല്ലാഹു പറഞ്ഞത് മില്ലത അബീക്കും ഇബ്രാഹിം. നിങ്ങളുമായി ഒരിക്കലും അന്യം നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടല്ല ഇബ്രാഹിം നബിയെ പറഞ്ഞത്. മില്ലത അബീക്കും ഇബ്രാഹിം, നിങ്ങളുടെ ബാപ്പയായ ഇബ്രാഹിമിന്റെ വഴി എന്നാണ്. എത്രത്തോളമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു പ്രവാചക പുങ്കവനെ നമ്മളിലേക്ക് നമ്മുടെ രക്തബന്ധം പോലെ ചേർത്ത് വെച്ചത്. നമ്മളിങ്ങനെ സയ്യിദുകളായും അഹ്ലുബൈത്തായും അതല്ലാത്തവരായും ഒക്കെ പല ജാതി വിവേചനങ്ങളും വർഗീകരണങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അള്ളാഹു അതൊന്നും പരിഗണിക്കാതെ രക്തബന്ധത്തിന്റെ മാധുര്യം നൽകി നമ്മളിൽ ഓരോരുത്തരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് ചേർത്ത് വെച്ചിരിക്കുകയാണ്. ആ ഓർമ്മ തന്നെയാണ് നമ്മുടെ ഈ സന്തോഷത്തിന്റെ പ്രചോദനം. ഇബ്രാഹിം എൻ്റെ ബാപ്പയാണ് എന്ന ഓർമ്മ, ഇബ്രാഹിം എൻ്റെ ഉപ്പയാണ് എന്ന ഓർമ്മ. നമ്മളിങ്ങനെ എല്ലാ വർഷങ്ങളിലും ഈ സന്ദർഭമാകുമ്പോൾ ധാരാളമായി ഓർക്കപ്പെടാറുള്ള ഒരു പ്രവാചക കുടുംബമാണ് ഇബ്രാഹിമിൻ്റെത് അലൈഹിസ്സലാത്തു വസ്സലാം. മകൻ ഇസ്മാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം, മഹദി ഹാജറ അലൈഹിസ്സലാം, അവരോടൊപ്പം ഒരു വേള സാറ അലൈഹിസ്സലാമിനെയും ഇസ്ഹാഖ് അലൈഹിസ്സലാമിനെയും മറന്നു പോകുമോ എന്ന് സംശയിക്കുമാറ് നമ്മുടെ ഓർമ്മകൾ ഈ മൂന്ന് മഹത് വ്യക്തിത്വങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കാറുണ്ട്. നമ്മൾ അവരെ മറന്നിട്ടില്ല. എന്നാൽ ഈ സമൂഹത്തിന് മൊത്തം എല്ലാ മത വിഭാഗങ്ങളിലും ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പൈതൃകത്തെ അഭിമാനപൂർവം കൊണ്ടു നടക്കുന്ന ഒരു സാഹചര്യം എല്ലാവരിലുമുണ്ട്, നമ്മളിലുമുണ്ട്. നമ്മൾ ആഗ്രഹിക്കേണ്ടത് ഇന്ന് സൂറത്തിൽ കേട്ടതുപോലെ എല്ലാ ജുമുഅയിലും നമ്മൾ കേൾക്കാറുള്ളത് പോലെ സുഹുഫ് ഇബ്രാഹീമ വ മൂസ, ആ പൈതൃകം തന്നെയാണ് ഇബ്രാഹീമിന്റെയും മൂസയുടെയും. മൂസ ആരാണ്? അത് ഇസ്ഹാഖിനെ മറക്കാനുള്ള ഒരു ചേർത്തുവെപ്പ്, മറക്കാതിരിക്കാനുള്ള ഒരു ചേർത്തുവെപ്പാണ്. സുഹുഫി ഇബ്രാഹീമ വ ഇസ്മായിൽ എന്നല്ല സുബ്ഹിസ്മ റബ്ബിക്കൽ അഅല എന്ന സൂറത്തിൽ അല്ലാഹു പറഞ്ഞത് സുഹുഫി ഇബ്രാഹീമ വ മൂസ. മുഹമ്മദിന്റെ പൈതൃകം ഇബ്രാഹീമിൽ തന്നെ മുഴച്ചു നിൽക്കുന്നുണ്ടെങ്കിലും അതിന്റെ മറ്റൊരു താവഴി ഇസ്ഹാഖിലൂടെ കടന്നു വന്ന് മൂസ അലൈഹിസ്സലാമിൽ ജ്വലിച്ചു നിൽക്കുന്നത്. രണ്ടും രണ്ടല്ല, രണ്ടും ഒന്ന് തന്നെയാണ്. രണ്ടിലേത് വഴിയിലൂടെ പോയാലും നിങ്ങൾക്ക് കരഗതമാവാനുള്ളത് വൽ ആഖിറതു ഖൈറുൻ വ അബ്ഖാ. ഈ കാണുന്ന മുഞ്ചെല്ലാം അവസാനിച്ച് അള്ളാഹുവിലേക്ക് തിരിച്ചു ചെന്നാൽ അവിടെ ലഭ്യമാകുന്നത് മാത്രമാണ് ഏറ്റവും ഗുണകരവും എന്നും ശേഷിക്കുന്നതുമായിട്ടുള്ളത് എന്ന തിരിച്ചറിവാണ് ഇസ്മാഈലിന്റെ വഴിയിലൂടെയും ഇസ്ഹാഖിന്റെ വഴിയിലൂടെയും മനുഷ്യർക്ക് ലഭിക്കാനുള്ളത്. ഇന്ന് ആ ചരിത്രത്തിൽ മഹാനായ ഇസ്മാഈൽ അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞ ചില സംഗതികളിലേക്ക് മാത്രം ഞാൻ
എൻ്റെ അടക്കമുള്ള ശ്രദ്ധയെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ എന്നെ അടക്കമുള്ള എന്നത് വളരെ വളരെ ബോധപൂർവമാണ് പറഞ്ഞത്. ഈ സമൂഹത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കെ എൻ്റെ ഉള്ളിൽ രൂപപ്പെട്ടു വരുന്ന ഭയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ നിന്നാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കെട്ടും മട്ടുമൊക്കെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ ഏറ്റവും ഭദ്രമായ നിലയിൽ പൂർത്തീകരിക്കപ്പെട്ടിട്ട് പിന്നീടുള്ള അതിന്റെ പ്രയാണത്തെക്കുറിച്ച് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രവചനം നടത്തുന്നുണ്ട്. ആ പ്രവചനം ഇങ്ങനെയാണ്: ഈ ഇസ്ലാം അതിൻ്റെ ഓരോ നൂലും പിരിയഴിഞ്ഞുകൊണ്ടേയിരിക്കും. അതിൽ ആദ്യമായി പിരിയഴിയുന്നത് ഈ ദീനിന് ആളുകളുടെ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അവസാന വാക്ക് പറയാനുള്ള, വിധി പറയാനുള്ള അതിൻ്റെ അധികാരമാണ്, ശക്തിയാണ് ഇതിൽ നിന്ന് ആദ്യം കൊഴിഞ്ഞു പോകുന്നത്. അങ്ങനെ ഓരോന്നുമില്ലാതായി, ഓരോന്നില്ലാതാകുമ്പോഴും ആളുകൾ അടുത്തതിനെ ആശ്രയിക്കും, അതും കൊഴിഞ്ഞു പോകും, അടുത്തതിനെ ആശ്രയിക്കും, അതും കൊഴിഞ്ഞു പോകും. അങ്ങനെ അവസാനം ഈ ദീനിൽ നിന്ന് കൊഴിഞ്ഞു പോകാൻ ഇരിക്കുന്നത് അസ്വലാഹ്, നമസ്കാരമാണ് എന്ന് പറഞ്ഞു. അഥവാ അതിന്റെ രൂപം നഷ്ടപ്പെടുമെന്നല്ല, എന്താണോ ഇസ്ലാമിന്റെ ഓരോ നൂലിഴയും മനുഷ്യരാശിക്ക് നൽകേണ്ടുന്ന ഗുണങ്ങൾ, ആ ഗുണങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ട് പ്രയോജനരഹിതമായ അടയാളങ്ങളായി അവ അവശേഷിക്കുമെന്നർത്ഥം. ഇന്ന് നമ്മൾ ഏതൊരു പള്ളിയിൽ കയറി നോക്കിയാലും നമസ്കാരത്തിന്റെ സ്വഫ് വളരെ കൃത്യമായി ഇന്നത്തെ മുസ്ലിം ഉമ്മത്തിനെ തുറന്നു കാട്ടുന്നുണ്ട്. എന്തിനാണ് നമസ്കാരം? അത് വ്യക്തിപരമായി അനുഷ്ഠിക്കുന്നു. വീട്ടിൽ അനുഷ്ഠിക്കാൻ പ്രത്യേകമായി പറഞ്ഞ നമസ്കാരങ്ങളുണ്ട്. പള്ളിയിൽ വന്ന് ജമാഅത്തിൽ പങ്കെടുക്കേണ്ടതുണ്ട്. ആഴ്ചയിൽ ഒരിക്കൽ ജുമുഅയിൽ വരേണ്ടതുണ്ട്. എന്താണ് സമൂഹത്തിന് ലഭിക്കേണ്ടത്? എന്താണ് വ്യക്തികൾക്ക് ലഭിക്കേണ്ടത്? ആ നമസ്കാരം അങ്ങ് കഴിഞ്ഞ് പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓരോരുത്തരും പരസ്പരം കണ്ടുകൂടാൻ കഴിയാത്ത വിധമുള്ള അകൽച്ചയിലുള്ള നമസ്കാരമാണുള്ളത് ഇന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു നമസ്കാരം നമുക്ക് കൈമാറിയിട്ടില്ല. അങ്ങനെ ഒരു നമസ്കാരം നമുക്ക് കൈമാറിയിട്ടില്ല. വ്യക്തിയെ തന്റെ കുടുംബത്തിലെ ഓരോ അംഗത്തോടും അടുപ്പിക്കുന്ന വിധത്തിൽ, ആ വ്യക്തിയെ തന്റെ സമൂഹത്തിലെ ഓരോ അംഗത്തോടും ഓരോ മെമ്പറോടും അങ്ങേയറ്റം മനസ്സടുപ്പിക്കുന്ന വിധത്തിൽ, അതിന് ഒരു ചെറിയ പോറൽ പോലും, ഒരു ചെറിയ വിള്ളൽ പോലും എൻ്റെ ശരീരം തൊട്ടടുത്തു നിൽക്കുന്നവൻ എൻ്റെ ശരീരത്തിൽ സ്പർശിക്കുന്നില്ലെങ്കിൽ അരോചകത അനുഭവിക്കേണ്ടുന്ന സാഹചര്യത്തിന് പകരം അവൻ ഒന്ന് ചേർന്ന് നിന്നാൽ നമുക്ക് അരോചകമാണ്, അസ്വസ്ഥതയാണ്. ഈ രീതിയിലാണ് ഇന്നത്തെ നമസ്കാരം. അതിൽ നിന്നും മാറി അല്ലാഹുവിന്റെ റസൂൽ പ്രവചിച്ചതുപോലെ ഈ നമസ്കാരം നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് നാം ഭയപ്പെടേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇസ്മായിൽ അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നതിനെ ഓർക്കുക എന്നത് പ്രസക്തമാകുന്നത്. വെള്ളം ഉണ്ടാവും. ഓരോ കാലഘട്ടത്തിലും പ്രവാചകന്മാരുടെ ഊന്നലുകളെ ഏറ്റെടുത്തുകൊണ്ടല്ലാതെ നമുക്ക് രക്ഷ പ്രാപിക്കാൻ സാധ്യമല്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ വളരെ സമ്പൂർണമായും സമഗ്രമായും നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കെ തന്നെയാണ് വിശുദ്ധ ഖുർആൻ ഓരോ പ്രവാചകന്മാരുടെയും ജീവിതങ്ങളെ എടുത്തു കാണിച്ചുകൊണ്ട് അതിലെ ഓരോ ഊന്നലുകൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അക്കൂട്ടത്തിൽ ഇസ്മായിൽ അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് സൂറത്തു മറിയമിൽ അല്ലാഹു പറയുന്നത്
വദ്കുർ ഫിൽ കിതാബി ഇസ്മായിൽ, നിങ്ങൾ ഈ ഗ്രന്ഥത്തിൽ ഇസ്മായിലിനെ ഒന്ന് ഓർക്കണം. ഇന്നഹു ഖാന സ്വാദിഖൽ വഅദ്, അദ്ദേഹം തീർച്ചയായും വാഗ്ദാനങ്ങളെ പൂർത്തീകരിക്കുകയും അതിനെ സത്യപ്പെടുത്തുകയും ചെയ്യുന്ന ആളായിരുന്നു. വകാന റസൂലൻ നബിയ, അവിടുന്ന് ജനങ്ങൾക്ക് മാതൃക കാണിക്കാൻ വന്ന പ്രവാചകനും അള്ളാഹുവിൻ്റെ ദൗത്യം പ്രചരിപ്പിച്ച റസൂലുമാണ്. വകാന, അവിടുന്ന് യഅ്മുറു അഹ്ലഹു, അവരുടെ കുടുംബത്തെ, അവരുമായി ബന്ധപ്പെട്ടവരെ പ്രേരിപ്പിക്കുമായിരുന്നു, അവർക്കുള്ള പ്രചോദനമായിരുന്നു. എന്തിനുള്ള? ബിസ്വലാത്തി വസ്സകാത്ത്, സ്വലാത്തിനും സകാത്തിനുമുള്ള, സ്വലാത്തിനും സകാത്തിനുമുള്ള അവരുടെ പ്രചോദനമായിരുന്നു അദ്ദേഹം. വകാന ഇൻദ റബ്ബിഹി മർദിയ, അദ്ദേഹം തൻ്റെ റബ്ബിൻ്റെ അടുത്ത് അങ്ങേയറ്റം തൃപ്തികരകതമാക്കിയ നിലയിലുമാണ് ഉണ്ടായിരുന്നത്. ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെ ജീവിതത്തെ കാണിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞ ഈ ഊന്നലിനെ ഈ പെരുന്നാളിൻ്റെ സന്ദേശമായി, ഈ പെരുന്നാളിൻ്റെ വസീയത്തായി നമ്മളിൽ ഓരോരുത്തരും ഏറ്റെടുക്കണമെന്നാണ് എനിക്ക് വസീയത്ത് ചെയ്യാനുള്ളത്. നിസ്കാരത്തെ സംബന്ധിച്ച് നമ്മുടെ അഹ്ലിന് നമ്മൾ പ്രചോദനമാവുക. ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെ അഹ്ല് എന്നതിനെ മുഫസ്സിറുകൾ ആ സമൂഹത്തെ മൊത്തമായി, ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെ കാലത്ത് അവർ വളർന്നു വന്ന് നുബുവത്തിന്റെ പ്രായമായി ജനങ്ങൾക്ക് മാതൃക ആകുന്ന സമയമാകുമ്പോഴേക്ക് എങ്ങനെയാണ് ആ മണലാരണ്യത്തിൽ ജനങ്ങൾ ഉണ്ടായത്? നമുക്കറിയാം, യമനിന്റെ ഭാഗത്ത് നിന്ന്. ചരിത്രം ഈ ഹുതുബയിൽ കൂടുതൽ പറയുന്നില്ല. കൂട്ടത്തിൽ ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ, മുതിർന്ന ആളുകൾ ഇന്ന് തന്നെ പറ്റുന്നിടത്തോളം നമുക്കൊക്കെ അറിവുള്ള ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെയും സാറയുടെയും ഹാജറയുടെയും ഇസ്മായിലിൻ്റെയും ഒക്കെ കഥകൾ ഒന്ന് പറഞ്ഞു കൊടുക്കണം. അതൊക്കെ അന്യം നിന്ന് പോവുകയാണ്. നമ്മൾ നമ്മുടെ കുട്ടികളോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്ക്. നമ്മളൊക്കെ ഈ പ്രായത്തിൽ ഉണ്ടായിരുന്നപ്പോൾ അറിഞ്ഞിരുന്ന അറിവ് പോലും അവർക്ക് കിട്ടുന്നില്ല. അതിനാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളൊക്കെ ചെറുപ്പത്തിൽ വളർന്നു വരുമ്പോൾ അന്തരീക്ഷത്തിൽ ഈ കഥകൾ ഇങ്ങനെ കേട്ടുകൊണ്ടാണ് നമ്മൾ വളർന്നത്. ഇവർക്ക് ആ അന്തരീക്ഷം ലഭിക്കുന്നില്ല. വല്യമ്മമാരിലൂടെയും വല്യപ്പമാരിലൂടെയും ഇക്കാക്കമാരിലൂടെയും ഇത്താത്തമാരിലൂടെയും ഒക്കെ കഥകളായി ഈ ചരിത്രം അവരിലേക്ക് എത്തേണ്ടതുണ്ട്. ഒരു ഖുതുബ കൊണ്ടൊന്നും അത് ആളുകളെ പറഞ്ഞ് പഠിപ്പിക്കുക സാധ്യമല്ലല്ലോ. ഏതായിരുന്നാലും യമനിന്റെ ഭാഗത്ത് നിന്ന് ജുർഹൂം എന്ന് പറയുന്ന ഒരു ഗോത്രം അവരുടെ കാഫില ഇങ്ങനെ പോകുമ്പോ വെള്ളത്തിന്റെ സാന്നിധ്യം കണ്ട് അവരവിടെ തമ്പടിച്ച് ഹാജറയോട് അനുവാദം ചോദിച്ചിട്ട് അവരുടെ ചുറ്റിലുമായി താമസിക്കാൻ തീരുമാനിച്ചത് കൊണ്ടാണ് ഇസ്മായിൽ അലൈഹിസ്സലാം വളർന്നു വരുമ്പോഴേക്ക് അവിടെ ഒരു സമൂഹം ഉണ്ടായത്. അപ്പോ ഇസ്മായിൽ നബി അവരുടെ അഹ്ലിന് പ്രചോദനമായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ ആളുകൾക്കടക്കം നമസ്കാരത്തിന്റെ കാര്യത്തിൽ, സകാത്തിന്റെ കാര്യത്തിൽ, ബാക്കിയൊന്നിനും ഒരു മാതൃകയില്ല എന്നല്ല. ഈ രണ്ട് കർമ്മങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. ഒന്ന്, അള്ളാഹുവുമായുള്ള നമ്മുടെ ബന്ധം, ആ ബന്ധത്തിന്റെ മധുരം നമുക്ക് വ്യക്തിപരമായി അനുഭവിക്കാനുള്ള ഏറ്റവും ഉന്നതമായ ഒരു അമലാണ് നമസ്കാരം എന്നത്. ആ നിസ്കാരത്തിലൂടെ അള്ളാഹുവുമായി നാം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള, അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ബന്ധത്തിന്റെ മധുരത്തെ നമ്മുടെ ചുറ്റിലേക്കും പ്രകാശിപ്പിക്കുവാനുള്ള അമലിന്റെ പേരാണ് സകാത്ത്. അതല്ലാതെ വർഷം കണക്കാക്കി കൊടുക്കുന്ന ആ ഒരു സംഗതി അതിന്റെ ഉള്ളിൽ പെടുമെന്നല്ലാതെ, അതുമാത്രമല്ല സകാത്ത്. ഖുർആൻ കൽപ്പിക്കുന്ന സകാത്ത് അതുമാത്രമല്ല. ഞാൻ എൻ്റെ റബ്ബുമായി രൂപപ്പെടുത്തിയിട്ടുള്ള, വ്യക്തിപരമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ബന്ധത്തിന്റെ വെളിച്ചം, പ്രകാശം, അതെന്റെ ചുറ്റിലുമുള്ള, ഞാൻ ബന്ധപ്പെടുന്ന ജീവനുള്ളതും ഇല്ലാത്തതുമായ, മനുഷ്യരുമല്ലാത്തതുമായ എല്ലാ ആളുകളിലേക്കും പ്രസരിപ്പിക്കുവാനും അവരെ അനുഭവിപ്പിക്കുവാനുമുള്ള എൻ്റെ അമലിന്റെ പേരാണ് സകാത്ത്. അതൊക്കെ നമ്മൾ വിശദമായി പഠിക്കണം. ഇത് രണ്ടിനും ഇസ്മായിൽ അലൈഹിസ്സലാം അവർക്ക് പ്രചോദനമായിരുന്നു. യഅ്മുറു എന്ന് പറഞ്ഞാൽ ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് കൽപ്പിക്കുമായിരുന്നു എന്ന്. എന്ത് കൽപ്പിക്കൽ?
നമ്മുടെ നഫ്സിനെ കുറിച്ച് ഖുർആനിൽ ഒരു പ്രയോഗമുണ്ട്, ഇന്ന നഫ്സല അമ്മാറത്തും ബിസ്സൂ. നിങ്ങളുടെ നഫ്സ്, നിങ്ങളുടെ തന്നെ നഫ്സ് തെറ്റുകളിൽ നിങ്ങളെ വല്ലാതെ പ്രേരിപ്പിക്കുന്ന സ്വഭാവത്തിലാണുള്ളത് എന്നത്. അമ്മാറ, അമ്ര ചെയ്യുന്ന ആള് പറഞ്ഞാൽ നമ്മുടെ നഫ്സ് നമ്മളോട് ഇങ്ങനെ കൽപ്പിക്കുമോ തെറ്റ് ചെയ്യാൻ? അങ്ങനെ നമുക്ക് അനുഭവപ്പെടാറുണ്ടോ? ഇല്ല, പ്രചോദിപ്പിക്കുകയാണ്. കണ്ടിട്ട് അങ്ങനെ നമ്മൾ തന്നെ അറിയാതെ നമ്മൾ പ്രചോദിതരാകുകയാണ്. നമ്മുടെ ബാപ്പാനെ കണ്ടാൽ തന്നെ, ആ ജീവിതം കണ്ടാൽ തന്നെ നമുക്ക് നിസ്കരിക്കാൻ തോന്നുകയാണ്. നമ്മുടെ ഉമ്മാനെ കണ്ടാൽ തന്നെ, അവരുടെ ജീവിതം കണ്ടാൽ തന്നെ, നിസ്കാരത്തോടുള്ള അവരുടെ സമീപനങ്ങൾ കണ്ടാൽ തന്നെ ഒരു പറച്ചിലുമില്ലാതെ കുട്ടികൾക്ക് നമസ്കരിക്കാൻ തോന്നുകയാണ്. ഭർത്താവിന്റെ നമസ്കാരത്തോടുള്ള സമീപനം കണ്ടിട്ട് ഭാര്യ പ്രചോദിതയാവുകയാണ്. ഭാര്യയുടെ നമസ്കാരത്തിലുള്ള സൂക്ഷ്മത കണ്ടിട്ട് ഭർത്താവ് പ്രചോദിതമാവുകയാണ്. അതിന്റെ ഒരു മൂർധന്യാവസ്ഥ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളിൽ ആരെങ്കിലും ഒരുത്തൻ അവൻ എത്ര നല്ലവാനാണ്, എത്ര സൗഭാഗ്യവാനാണ് ആ മനുഷ്യൻ. എന്താണ് ആ മനുഷ്യന്റെ പ്രത്യേകത? അവൻ രാത്രി അള്ളാഹുവുമായുള്ള മുനാജാത്തിന് വേണ്ടി എഴുന്നേൽക്കുന്നു. അങ്ങനെ എഴുന്നേറ്റ് അവൻ അള്ളാഹുവുമായുള്ള മുനാജാത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു, നമസ്കാരത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. തന്റെ ഭാര്യ എഴുന്നേൽക്കുന്നതായി കാണുന്നില്ല. അങ്ങനെ അവൻ ഒരൽപ്പം വെള്ളം മുഖത്തു കുടഞ്ഞ് തന്റെ ഇണയെ അള്ളാഹുവുമായുള്ള മുനാജാത്തിനുള്ള അവസരത്തിലേക്ക് ഓർമ്മപ്പെടുത്തുന്നു. ഇങ്ങനെയുള്ള ഒരു പുരുഷൻ എത്ര സൗഭാഗ്യവാനാണ്! ഒരു സ്ത്രീ, അവൾ എത്ര സൗഭാഗ്യവതിയാണ്! എന്താണ് അവളുടെ പ്രത്യേകത? അവൾ രാത്രി അള്ളാഹുവുമായുള്ള ഈ ആത്മബന്ധത്തിന്റെ മധുരം അനുഭവിക്കാൻ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്നു. അങ്ങനെ എഴുന്നേറ്റ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു. 2 or 4 കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ തന്റെ ഭർത്താവ് ഉറങ്ങുകയാണ്. ഈ മധുരം അദ്ദേഹത്തിന് അനുഭവിക്കാനാവുന്നില്ലല്ലോ എന്ന ഉള്ളു കാരണമായി അവൾ തന്റെ ഇണയുടെ മുഖത്തൽപ്പം വെള്ളം കുടഞ്ഞുകൊണ്ട് ഈ മാധുര്യത്തിലേക്ക് എഴുന്നേറ്റ് വരാൻ അവരെ പ്രചോദിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സ്ത്രീ എത്ര സൗഭാഗ്യവതിയാണ്! നടക്കോ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ? പ്രശ്നം മഹലിലെത്തും അല്ലേ? ഇനി മുന്നോട്ട് പോകൂല, രാത്രി ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല. ഓള് വേണമെങ്കിൽ ഓളെ പടച്ചോനേറ്റ് നടന്നോട്ടെ, ഇന്നെ വെറുതെ വിടണം, കേസ് മഹലിലെത്തും. അങ്ങനെ ആയിരിക്കുന്നു നമ്മുടെ നമസ്കാരം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പള്ളിയിൽ ളുഹർ നമസ്കരിക്കുന്നതിൽ നിന്നാണ് അവർക്ക് രാത്രി തഹജ്ജുദിനുള്ള പ്രചോദനം ലഭിച്ചത്. നമ്മൾ എത്ര ഫർദ് നമസ്കരിച്ചിട്ടും നാം പ്രചോദിതമാകുന്നുണ്ടോ? ഇല്ല. എന്താ കാരണം? നമുക്കിതിന്റെ മൂല്യം മനസ്സിലായിട്ടില്ല. ഈ നമസ്കാരത്തിന്റെ മൂല്യം നമുക്ക് തന്നെ മനസ്സിലായിട്ടില്ല. പിന്നെ എങ്ങനെയാണ് എൻ്റെ ജീവിതം കൊണ്ട് മറ്റൊരാൾ, അതും എൻ്റെ രക്തബന്ധത്തിൽപ്പെട്ടവർ, എൻ്റെ അയൽപ്പക്കത്തിൽപ്പെട്ടവർ, എൻ്റെ സൗഹൃദത്തിൽപ്പെട്ടവർ, എൻ്റെ സമൂഹത്തിൽപ്പെട്ടവർ എന്നെ കണ്ടിട്ട് എങ്ങനെ നമസ്കാരത്തിലേക്ക് പ്രചോദിതമാകും? ആലോചിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രവാചകനെ ഓർത്തെടുക്കാൻ അടയാളപ്പെടുത്തിയ ഒരു ശീലമാണ് അവന്റെ ജീവിതം മറ്റുള്ളവർക്ക് അല്ലാഹുവുമായുള്ള മുനാജാത്തിന്റെ മധുരം അനുഭവിക്കാൻ പ്രചോദനമാകുന്നു എന്നത്. എന്താ നിസ്കാരം? ഒരടിമക്ക് അല്ലാഹുവുമായുള്ള വർത്തമാനത്തിന്റെ മധുരം അനുഭവിക്കാനുള്ള അവസരമാണ്. അങ്ങനെയുള്ള അവസരത്തിലേക്ക് ആളുകളെ പ്രചോദിപ്പിക്കുമാറ് ഒരുത്തന്റെ ജീവിതം മാറുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രവാചകനെ ഓർക്കാനുള്ള അടയാളമായി, ഓർമ്മയായി എടുത്തുദ്ധരിച്ചതാണ്. ഏതാണ് ഈ പ്രവാചകൻ? ഇസ്മായിൽ അലൈഹിസ്സലാം. നാം ആലോചിക്കണം. ആ ഇസ്മായിൽ അലൈഹിസ്സലാമിനെ വാർത്തെടുത്ത പിതാവിനെ മറന്നുകൊണ്ട് ഈ ശീലത്തെ നമുക്ക് ഓർക്കാൻ കഴിയില്ല. ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ പിതാവിനെ നമ്മളൊന്ന് നോക്കുക. എങ്ങനെയാണ് ഇസ്മായിലിലേക്ക് ഈ ശീലം വന്നുവിടുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു സന്ദർഭത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കഥ പറയുന്നിടത്ത് പറയുന്നു, റബ്ബന, എൻ്റെ റബ്ബേ, ഇന്നി അസ്കൻതു മിൻ ദുർരിയതി, എൻ്റെ സന്താനത്തിൽ നിന്നും എൻ്റെ കുടുംബത്തിൽ നിന്നും ഞാനൊരു 2 അംഗങ്ങളെ ഇതാ താമസിപ്പിച്ചിരിക്കുന്നു. ബിവാദിൻ, ഒരു താഴ്വരയിൽ, ഗൈരി ദീ സറഇൻ, കൃഷിയുടെ ഒരടയാളവുമില്ലാത്ത, പക്ഷേ ഇൻദ ബൈതിക്കൽ മുഹറം,
നിന്റെ പരിശുദ്ധമായ വീടിനടുത്താണ് ഞാൻ അവരെ താമസിപ്പിച്ചിട്ടുള്ളത്. റബ്ബന, എൻ്റെ റബ്ബേ, ലിയുഖീമുസ്സലാത്ത്, അവരിലൂടെ നമസ്കാരം പുഷ്പിച്ച് പൂത്തുലയുന്നതിന് വേണ്ടിയാണ്. അസ്സലാത്ത്, അവരുടെ ജീവിതത്തിൽ പുഷ്പിച്ച് പൂത്തുലയുന്നതിന് വേണ്ടിയാണ് ഞാൻ അവരെ ഈ കൃഷി പോലുമില്ലാത്ത ഭൂമിയിൽ കൊണ്ട് താമസിപ്പിച്ചിട്ടുള്ളത് എന്ന ആഗ്രഹം തന്റെ റബ്ബിനോട് പങ്കുവെക്കുന്ന ഒരു പിതാവിനാണ് ഇസ്മായിൽ അലൈഹിസ്സലാം ജനിക്കുന്നത്. നമുക്ക് ആഗ്രഹമുണ്ടല്ലേ, നമ്മുടെ മക്കള് വല്ലാതെ നിസ്കാരവും കാര്യങ്ങളൊക്കെ ഉഷാറാക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എന്താണ് നമ്മുടെ ആഗ്രഹം? നമ്മൾ എവിടെയാണ് സമർപ്പിച്ചിട്ടുള്ളത്? ഇബ്രാഹിം അത് അള്ളാഹുവിനോട് സമർപ്പിച്ചു. ഈ കൃഷിയില്ലാത്ത ഈ നാട്ടിൽ ഇനി ഇതിനെ നാഗരികതയുടെ ഒരു ഉന്നതമായ അവസ്ഥയിലേക്ക് വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയല്ല. അതൊക്കെ നീ ചെയ്യുമല്ലോ. ഫജഅൽ അഫ്ഇദതം മിനന്നാസി തഹ്വി ഇലൈഹി, ജനങ്ങളുടെ ഹൃദയത്തെ നീ തന്നെ അവരിലേക്ക് കൊണ്ടുവരണേ എന്ന് ഇബ്രാഹിം അവിടെ നിന്ന് പോകുന്നതിന് മുമ്പ്, അവരവിടെ ആക്കി പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്നുണ്ട്. അതാണ് നേരത്തെ പറഞ്ഞ ജുർഹൂം എന്ന് പറയുന്ന വലിയ ഒരു കബീല. ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ അവരുടെ താമസം ആരംഭിച്ച് സംസം ഉറവ പൊട്ടി അവർക്ക് മനസ്സമാധാനം ലഭ്യമായതിനു ശേഷം ജുർഹൂം എന്ന് പറയുന്ന കബീല ഒന്നടങ്കം യമനിൽ നിന്നുള്ള യാത്രാമധ്യേ അവിടെ താമസിക്കുകയും ഹാജറയെയും ഇസ്മായിലിനെയും അങ്ങേയറ്റത്തെ ആദരവോടെയും സ്നേഹത്തോടെയും ഏറ്റെടുക്കുകയും ചെയ്തു. ഇബ്രാഹിമിന്റെ പ്രാർത്ഥനയാണത്. ഫജഅൽ അഫ്ഇദതം മിനന്നാസ്, ജനങ്ങളുടെ ഹൃദയത്തെ നീ തഹ്വീ ഇലൈഹിം, അവരിലേക്ക് അനുകൂലമാക്കി കൊടുക്കണേ. വർസുഖുഹും മിനസ് സമറാത്ത്, ഇന്ന് മക്കയിൽ കിട്ടാത്ത ഒരു പഴമില്ല, ഒരു കൃഷിയുടെ ഒരു നാമ്പ് പോലും ഇല്ലാതിരുന്ന മക്കയിൽ കിട്ടാത്ത ഒരു പഴവും ലോകത്തിന്റെ ഒരു മൂലയിലുമില്ല. എല്ലാം അങ്ങോട്ടെത്തുന്നു. വർസുഖുഹും മിനസ് സമറാത്ത്, സകലമാന ഫലവർഗങ്ങളും നീ അവരെ ഭക്ഷിപ്പിക്കണേ, അവർക്ക് അന്നമായി നൽകണേ, അവർക്ക് വിഭവമായി നൽകണേ. ലഅല്ലഹും യഷ്കുറൂൻ, അതിന്റെ നന്ദി അവരിൽ നിന്ന് വേറെയുണ്ടാകും. അപ്പൊ എന്താണ് ഇബ്രാഹിമിന്റെ പ്രചോദനം? ഭാര്യ ഹാജറയെയും മകനെ ഇസ്മായിലിനെയും, അന്ന് മുല കുടിക്കുന്ന കുട്ടിയാണ് ഇസ്മായിൽ. അന്ന് തന്നെ ആ ഇസ്മായിലിനെ ഇബ്രാഹിം കാണുന്നത് നിസ്കാരത്തെ അതിന്റെ ഏറ്റവും ഉന്നതമായ സ്വഭാവ വിശേഷങ്ങളോടുകൂടി പ്രകാശിപ്പിക്കുന്ന ഒരു മകനായിട്ടാണ്. മാത്രമല്ല അത് വീണ്ടും ആവർത്തിക്കുന്നുണ്ടല്ലോ ഇബ്രാഹിം അലൈഹിസ്സലാം, അൽഹംദുലില്ലാഹ് അല്ലദീ വഹബലി അലൽ കിബരി ഇസ്മാഈല വ ഇസ്ഹാഖ്. അള്ളാഹുവിന് എന്തൊരു സ്തുതിയാണ്. എൻ്റെ വാർദ്ധക്യത്തിൽ, 80കളിലാണല്ലോ, 80 വയസ്സിന്റെ സമയത്താണ് ഇസ്മായിൽ തന്നെ ജനിക്കുന്നത്. അലൽ കിബരി, ഈ വാർദ്ധക്യത്തിൽ ഇസ്മായിലിനെയും ഇസ്ഹാഖിനെയും എനിക്ക് സമ്മാനിച്ച അള്ളാഹുവിന് സ്തുതി. ഇന്ന റബ്ബി ലസമീഉദ് ദുആ. ഇബ്രാഹിമിന്റെ ഒരു ബോധ്യമാണത്, നമുക്കില്ലാത്ത ബോധ്യം. ഇന്ന റബ്ബി ലസമീഉദ് ദുആ, എൻ്റെ റബ്ബ് പ്രാർത്ഥിക്കുന്നത് കേൾക്കുന്നവൻ തന്നെയാണ്. റബ്ബി ജഅൽനി, അതുകൊണ്ട് റബ്ബേ എന്നെ നീ ആക്കണേ മുഖീമസ്സലാത്ത്, നമസ്കാരത്തെ അനുഭവിക്കുന്ന ആനന്ദത്തോടെ ഏറ്റെടുക്കുന്ന നിലനിർത്തുന്നവരിൽ എന്നെ നീ പെടുത്തണേ. വമിൻ ദുർരിയതി, എൻ്റെ മക്കളെയോ. ഇങ്ങനെയുള്ള ഒരു പിതാവിനാണ് ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ചത്, വളർന്നത്. എന്നിട്ട് ആ ഇസ്മായിൽ അലൈഹിസ്സലാമിനെ അള്ളാഹു അടയാളപ്പെടുത്തി, അതെ ഖാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്ത്, ഈ പ്രാർത്ഥനയുടെ ഫലം എന്നോണവും ആ ഇസ്മായിൽ നിസ്കാരത്തിന്റെ ആനന്ദത്തിന് തന്റെ ചുറ്റിലുമുള്ളവർക്ക്, തന്നുമായി ബന്ധപ്പെട്ടവർക്ക് പ്രചോദനമായിരുന്നു. ഇതുമാത്രമാണ് ഈ പെരുന്നാളിന്റെ വസിയത്തായി എനിക്ക് എന്നോട് തന്നെയും കൂട്ടത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ഓരോരുത്തരോടും, ചെറുതും വലുതുമായ എല്ലാവരോടും, ആണും പെണ്ണുമായ എല്ലാവരോടും എനിക്ക് വസിയത്തായി പറയാനുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കുകയും നമ്മുടെ ജീവിതത്തിൽ അത് പ്രകാശിപ്പിക്കുകയും ചെയ്യുവാനുള്ള എല്ലാ വിധത്തിലുള്ള അവസരങ്ങളും അനുകൂലമാക്കി തരുമാറാകട്ടെ. നമ്മുടെ ഈ പെരുന്നാളിൽ, കഴിഞ്ഞ പെരുന്നാളിലൊക്കെ നമ്മുടെ അതിഥിയായി വന്ന നമ്മുടെ സുകുമാരൻ ചേട്ടൻ, അദ്ദേഹം ഒരു പ്രത്യേകം കാര്യം നിങ്ങളോട് പറയാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ ഈ പെരുന്നാളിൻ്റെ സന്തോഷത്തിൽ
സാധ്യമാകുന്ന ആളുകളൊക്കെ അദ്ദേഹത്തിൻ്റെ വീടൊന്ന് സന്ദർശിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ്? നമുക്കവിടെ ബിരിയാണി വെച്ചുണ്ടാക്കിയിട്ടൊന്നുമില്ല, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ട് കുഴപ്പമുണ്ടാക്കാനുമല്ല. അദ്ദേഹം വളരെ സുന്ദരമായ രീതിയിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്രപഞ്ചത്തിൻ്റെ അടയാളങ്ങളിലേക്ക് മനുഷ്യരെ വഴി നടത്താൻ സഹായകമായ കുറേ സംവിധാനങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. പകല് സന്ദർശിക്കുന്നതിൽ കുറെ പ്രയാസങ്ങളുണ്ട്, കാരണം നമുക്കൊന്നും കാണാൻ പറ്റില്ല. എന്നാലും ആ സംവിധാനങ്ങളെ നമുക്കൊന്ന് കാണിച്ചു തരാൻ അദ്ദേഹത്തിന് വല്ലാത്ത പൂതി. കാരണം നമ്മളിങ്ങനെ തീയെ പ്രതിനിധീകരിക്കുന്ന ആളുകളാണല്ലോ. അള്ളാഹുവിൻ്റെ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെയും അതിൻ്റെ സഞ്ചാരത്തിന്റെ സൂക്ഷ്മതയെയും ഒക്കെ ദീനിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നതിനെ അടുത്തറിയുന്ന ഒരാളാണ് സുകുമാരൻ ചേട്ടൻ. അദ്ദേഹത്തിന് ബോധ്യമാണ് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള സംവിധാനങ്ങൾ എല്ലാവരെക്കാളും കൂടുതൽ ഉപകാരപ്പെടുന്നത് നമുക്കാണ് എന്ന്. ഒഴിവുള്ളവർ, തിരക്കില്ലാത്തവർ, അദ്ദേഹത്തിന് എത്ര ആള് പോയാലും സന്തോഷം ഉണ്ടാവുള്ളൂ. വഴി അറിയാത്തവർക്ക് കാണിച്ചു തരാൻ ഷബാബ്ക്കോടുണ്ട്. ഷബാബ്ക്കാരുടെ പിന്നിൽ നമുക്ക് ഇങ്ങനെ പോവാം. അദ്ദേഹത്തിന്റെ ക്ഷണം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഇന്ന് സാധ്യമല്ലാത്തവർ മറ്റ് സന്ദർഭങ്ങളിലും ആ ക്ഷണം സ്വീകരിച്ച് പോകേണ്ടതുണ്ട്. അദ്ദേഹത്തിനും ആ സന്തോഷം ലഭിക്കുമാറാകട്ടെ. അപ്രകാരം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികളുമായി കഥകളിലൂടെയും മറ്റും കുട്ടികൾക്ക് തന്നെ നമ്മൾ ഇപ്പം ഒക്കെ ആധുനികമാണല്ലോ, ഇതിലുണ്ട് ഇബ്രാഹിം നബിയുടെ കഥകൾ വ്യത്യസ്തമായ രീതിയിൽ, വ്യത്യസ്തമായ ആവിഷ്കാരങ്ങളിൽ ഉണ്ട്. നമ്മളൊന്ന് എടുത്ത് കാണിച്ചു കൊടുക്കുക, അവരിരുന്ന് കേട്ടോളൂ. ഈ കഥകളൊക്കെ കേവലമായ കഥകളല്ല, അവരുടെ ജീവിതത്തിന്റെ പ്രചോദനങ്ങളായി അവരേറ്റെടുക്കുമെന്നത് ഉറപ്പാണ്. നമ്മൾ വിചാരിക്കുന്നിടത്തല്ല ഈ മക്കളുള്ളത്. ഈ മക്കൾ കണ്ണിൽ കാണുന്നതിനെയൊക്കെയും വളരെ സൂക്ഷ്മമായി അറിയുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അതിൽ നിന്ന് അവർക്ക് ആവശ്യമുള്ളതിനെ, അവർക്ക് പ്രതീക്ഷയുള്ളതിനെ അവർ സ്വീകരിക്കുന്നുണ്ട്. അതിന് സഹായകമായതിലേക്ക് നാം ഒരു വഴി കാണിച്ചു കൊടുക്കുക എന്ന് മാത്രം. അല്ലാഹു നമ്മുടെ മക്കളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമസ്കാരം. ഈ ഖുതുബ കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള ഒരു ഭക്ഷണം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അത് കഴിച്ചു വേണം എല്ലാവരും പിരിയാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമത്തെ, ഈ ഈദിനെ, ഈ ജുമുഅയെ സ്വീകരിക്കുകയും നമ്മളിൽ നിന്ന് അർഹമായ പ്രതിഫലം നമുക്ക് രേഖപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. റഹ്മാനായ അല്ലാഹ്, ഞങ്ങളിങ്ങനെ ഈ സന്തോഷത്തിൽ നിൽക്കുമ്പോഴും ഈ സന്തോഷത്തിന്റെ ദറജക്ക് യാതൊരു കുറവുമില്ലെങ്കിലും ഭൗതികമായ രീതിയിൽ കഷ്ടപ്പാട് കൊണ്ട്, രോഗം കൊണ്ട്, സാമ്പത്തികമായ ഞെരുക്കം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ധാരാളം അടിമകൾ ഉണ്ട് എന്നത് ഞങ്ങളുടെ ഒരു വിശ്വാസമാണ്, നിന്റെ ബോധ്യമാണ് റബ്ബേ. അവരിൽ ഓരോരുത്തരെയും, അവരുടെ ഓരോരുത്തരുടെ അവസ്ഥയെയും ഞങ്ങളെക്കാൾ കൂടുതൽ നീ അറിയുന്നവനാണ് അല്ലാഹ്. നീ ഞങ്ങളെ പരസ്പരം അതിനുള്ള വരികളായി നീ നിശ്ചയിക്കുകയും അവരുടെ പ്രയാസങ്ങളെ ദൂരീകരിക്കുന്നതിന് നീ വേഗത കൂട്ടുകയും ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, അതുവഴി നിന്റെ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യാൻ എല്ലാവരിലും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. റഹ്മാനായ തമ്പുരാനെ, നിന്റെ ദീനിനെ അടയാളപ്പെടുത്തുന്നത് കൊണ്ട് മാത്രം ലോകത്തിന്റെ മുഴുവൻ വെറുപ്പും എതിർപ്പും ശത്രുതയും അതിൽ നിന്റെ ആളുകൾ എന്ന് പറയുന്നവരടക്കമുള്ളവർ എതിരിൽ നിന്ന് ശത്രുതയോടെ നോക്കിക്കാണുന്ന സമൂഹങ്ങള്, സംഘങ്ങള്, ചെറിയ ചെറിയ സംവിധാനങ്ങൾ ഈ ഭൂമിയിലുള്ള റബ്ബേ, നീ ഞങ്ങൾക്ക് പരിശുദ്ധമായി പരിചയപ്പെടുത്തി തന്ന മസ്ജിദുൽ അഖ്സയുടെ പരിചരണത്തിന് വേണ്ടി സുഗമമായ സമാധാനപരമായ അന്തരീക്ഷം ആ അനുഗ്രഹീത ഭൂമിയുടെ ചുറ്റിലും ഒന്ന് കാണുന്നതിന് വേണ്ടി, പുലരുന്നതിന് വേണ്ടി ജീവിതത്തെ മൊത്തം, സ്വന്തം ജീവിതത്തെയും കുടുംബത്തെയും സമ്പത്തിനെയും കച്ചവടത്തെയും വസ്ത്രത്തെയും ഖബറിനെ പോലും ബലി നൽകിയ, അങ്ങനെയാണ് നമുക്കവരെ ഓർക്കാനാവുക. നമുക്ക് ഖബർസ്ഥാനുകളുണ്ട്, കൃത്യമായി നമുക്ക് ബോധ്യമുണ്ട്. നമ്മളെ കൊണ്ടുവെക്കാൻ ആളുകളുണ്ട്, പരിചരിക്കാൻ സംവിധാനങ്ങളുണ്ട് എന്ന്. എന്നാൽ അതുപോലും ത്യജിച്ചുകൊണ്ട്, അതിനെക്കുറിച്ച് പോലും യാതൊരു പ്രതീക്ഷയുമില്ലാതെ എല്ലാം റബ്ബേ നിന്നിൽ അർപ്പിച്ച് നിൽക്കുന്ന ഫലസ്തീനിലെ മക്കൾ, സ്ത്രീകൾ, വൃദ്ധന്മാർ, അവരുടെ ചെറുപ്പക്കാരായ യോദ്ധാക്കൾ എല്ലാവരെയും നീ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആരാണ് അവർക്ക് എതിരെ നിൽക്കുന്നത് എന്നതും നിന്റെ അറിവിലുണ്ട്. ഞങ്ങൾ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നു, ചിലരൊക്കെ അവരുടെ അനുകൂലികളാണ് എന്ന്. പക്ഷേ
അവരാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ശത്രുതയിലുള്ളത് എന്നത് അനുഭവം കൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കുമ്പോൾ അവരുടെ നീയത്ത് കൊണ്ട് തന്നെ നീ അത് മനസ്സിലാക്കുന്നവരാണല്ലോ അല്ലാഹ്. നീ അവരുടെ കൈ പിടിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നീ അവർക്ക് പ്രതിരോധമാവണേ അല്ലാഹ്. അല്ലാഹുവേ, നീയാണ് പ്രതികാരം ചെയ്യുന്നവൻ. പ്രതികാരം എന്നത് നിന്നിലൂടെയല്ലാതെ സാധ്യമല്ല. അതെവിടെയാണ് ആവശ്യമുള്ളത് എന്ന് തീരുമാനിക്കാൻ ഞങ്ങൾക്കാകില്ല റബ്ബേ. ഞങ്ങളത് തീരുമാനിക്കുമ്പോൾ പലപ്പോഴും ഞങ്ങളുടെ വ്യക്തിപരമായ എന്തെങ്കിലും താല്പര്യങ്ങൾ അതിന് വന്നു പോകുമോ എന്ന് ഞങ്ങൾക്കറിയില്ല റബ്ബേ. ആരോടാണ് നിന്റെ ദീനിനോടുള്ള ശത്രുതയുടെ പേരിൽ എതിരിടേണ്ടത് അവർക്കെതിരായി നീ ഞങ്ങളെ നിലനിർത്തണേ തമ്പുരാനെ. ഞങ്ങളുടെ നിലപാടുകളെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ ഈ സംഘത്തോടൊപ്പം, നിന്റെ ദീനിനെ അടയാളപ്പെടുത്തുന്ന സംഘത്തോടൊപ്പം ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണേ തമ്പുരാനെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് നൽകിയ വാഗ്ദാനം ഞങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ഇമാം മഹ്ദി ഞങ്ങളിൽ ആഗതമാകാനുള്ളതാണ്. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ നീ ഇനിയും പറഞ്ഞയക്കാനുള്ളതാണ്. ആ സുന്ദരമായ ആ ഘടനയിലേക്ക് ഈ ലോകത്തെ പരിവർത്തിപ്പിക്കുന്നതിന് ഞാൻ ജീവിക്കുന്ന ചുറ്റുപാടിൽ എന്ത് മുന്നൊരുക്കമാണോ നടത്തേണ്ടത് അത് നടത്തുവാൻ എന്നെയും ഈ സംഘത്തിൽ ഓരോ ആളുകളെയും നീ പ്രാപ്തമാക്കണേ അല്ലാഹ്. അതിനനുകൂലമായ രീതിയിൽ ഞങ്ങളുടെ താഴെ വളർന്നുകൊണ്ടിരിക്കുന്ന തലമുറയെ വളർത്തിയെടുക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم آت أنفسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها يا رب العالمين. اللهم رب ارحمهم كما ربونا صغارا. وآخر دعوانا أن الحمد لله رب العالمين.